പ്രിയപ്പെട്ടവരെ, ഞാൻ നിൽക്കുന്നത് പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ്. ഇന്ന് ഡിഗ്രി പ്രിലിംസിന്റെ 3ാം ഘട്ട പരീക്ഷ എഴുതാൻ വന്ന ഉദ്യോഗാർത്ഥികളെ കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ എൻട്രി ടീം ഇവിടെ എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രത്തിൽ പെൻഷൻ പ്രായം കൂട്ടും എന്നൊരു വാർത്ത നിങ്ങൾ എല്ലാവരും പത്രദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള പ്രതിഷേധം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ പല ഭാഗത്തും PSC അധ്യാപകരും വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകളും കൃത്യമായ രീതിയിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് പെൻഷൻ പ്രായം കൂട്ടും എന്നൊരഭിപ്രായം, എന്നൊരു തീരുമാനം നമ്മൾ ഏവരും പ്രതീക്ഷയോടെ കൈകോർത്ത് ചേർത്ത് നിർത്തി കൊണ്ടുവന്നിട്ടുള്ള സർക്കാർ ചെയ്യുമെന്ന് കരുതുന്നില്ല. വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഒരു വലിയ പാറക്കഷ്ണം എടുത്തു വെക്കുമെന്നും കരുതുന്നില്ല. എങ്കിലും ഇത്തരമൊരു വാർത്ത വന്നതിന് പിന്നാലെ ഉദ്യോഗാർത്ഥികൾക്ക് നിരവധിയായിട്ടുള്ള ആശങ്കകളുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, കുട്ടികളുടെ പ്രതികരണം എന്താണ്, ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം എന്താണ്? പേരെന്താ? ഫാത്തിമ. ഇപ്പോ പരീക്ഷ എഴുതിയിട്ട് വന്നിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഡിഗ്രി പ്രിലിംസ് എഴുതിയത്. അപ്പോൾ ഈ പ്രതീക്ഷയുടെ ഇടയിൽ പോലും ഈ പെൻഷൻ പ്രായം കൂട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു വാർത്തയെ സ്വീകരിച്ചിരുന്നത്? ഇതൊട്ടും പ്രതീക്ഷയില്ല. ഇതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഇതിനെതിരെ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പ്രതികരിക്കും. ഈ ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികളെ അത് സംബന്ധിച്ചിടത്തോളം. അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു തീരുമാനമാണ് സർക്കാരിൻ്റേത്. അതിനോട് പൂർണ്ണമായിട്ടും എതിർക്കുന്നു. കാരണം ഈ ലിസ്റ്റിലുള്ളവർക്കും ഇനി ഇതുപോലെ പരീക്ഷ എഴുതുന്നവർക്കും മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നു എന്നുള്ളത്. പ്രായപരിധി ഉയർത്തൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ പ്രസക്തമല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ പെൻഷൻ പ്രായം കൂട്ടുമ്പോൾ അത് വരും തലമുറകളോട് ചെയ്യുന്ന ഒരു നീതികേട് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ കൂട്ടരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ട്. ഈ തീരുമാനം സർക്കാർ നടപ്പിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നടപ്പിലാക്കരുത് എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ആക്കത്തില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എല്ലാവരും പ്രതികരിക്കണം. യുവജനങ്ങൾ എല്ലാവരും പ്രതികരിച്ചാൽ നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ഇങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഇരമ്പുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി അതിന്റെ കൂടെ കൂടാൻ താല്പര്യമുണ്ടോ? അതിനുവേണ്ടി ഉദ്യോഗാർത്ഥികളെ സംഘടിപ്പിക്കുകയോ? താല്പര്യമുണ്ട്, അതിനുവേണ്ടി മുന്നിട്ടിറങ്ങും. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ that you can use to change the world. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ മാനവ വിഭവ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കേണ്ട ഒരു വിഭാഗമാണ് ചെറുപ്പക്കാർ, യുവജനങ്ങൾ. ഇന്ന് കേരളത്തിൽ 14 ജില്ലകളിൽ മൈഗ്രേഷന്റെ അളവ് വളരെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം സംജാതമാകാൻ കാരണം ഈ നാട്ടില് തൊഴിൽ രഹിതരുടെ എണ്ണം കൂടുതൽ തന്നെയാണ്. സ്വാഭാവികമായും പെൻഷൻ പ്രായം 4 വർഷം കൂടി കൂട്ടുന്നു എന്ന് ചിന്തിച്ചാൽ ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഹൃദയം സ്തംഭനാവസ്ഥയിലേക്ക് പോകും. ഇത്തരമൊരു തീരുമാനം നടപ്പിലാക്കുമെന്ന് കരുതുന്നില്ല, നടപ്പിലാക്കാൻ സാഹചര്യവുമില്ല. അത്തരമൊരു തീരുമാനത്തിലേക്ക് ചിന്തിക്കുക പോലും ചെയ്യാതെ ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ, ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ വരുമാനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തേണ്ട, ഈ ദേശീയ വരുമാനത്തിന്റെ മുഖ്യ ശില്പികളായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ഈ യുവജനങ്ങളെ വേദനിപ്പിക്കരുത്, ഈ യുവജനങ്ങളെ വെറുപ്പിക്കരുത്. അവരെ ചേർത്ത് നിർത്തേണ്ടതാണ്. ആ ചേർത്ത് നിർത്തലിൽ ഒരു സ്നേഹത്തിന്റെയോ കടപ്പാടിന്റെയോ കാര്യം മാത്രമല്ല, മറിച്ച് അവർ ഇവിടെ വളർന്ന്, ഇവിടെ പടർന്ന്, ഇവിടെ പന്തലിച്ച് ഉയരങ്ങളിലേക്ക് എത്തേണ്ടവരാണ്. ഈ രാജ്യത്തെ, ഈ നാട്ടിലെ, ഈ സംസ്ഥാനത്തിലെ യുവജനങ്ങളുടെ നൈപുണി മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ വികസനത്തിന്റെ ഭാഗമാക്കി കൊടുക്കാൻ ദയവ് ചെയ്ത് ഇത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് വരരുത്.